ഓക്കെ ഗായ്സ്, നിങ്ങളുടെ കല്യാണം എന്നറിയണോ? എന്ന് ജോലി കിട്ടും, എന്ന് അമ്മായിയമ്മ ചാവും, എല്ലാം അറിയണോ? ആസ്ട്രോടോക്ക് എന്ന് പറയുന്നൊരു ആപ്പിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ തുനിഞ്ഞ ആട് കണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞ സമതല പോയിട്ടിരിക്കുവാണ്. കാണാം. കൊല്ലത്ത് നിന്ന് അനുശ്രീ ചോദിക്കുന്നു, തന്റെ ജീവിത പങ്കാളിയെ എപ്പോൾ കണ്ടുമുട്ടുമെന്ന്. അനുശ്രീ, മോളുടെ ജാതകം നോക്കിയപ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മോളുടെ ജീവിതത്തിൽ ഓൾറെഡി അങ്ങനെ ഒരാളുണ്ട്. അയാൾ മോളെ രഹസ്യമായി ഇഷ്ടപ്പെടുന്നു. അയാൾ മോളുടെ വർക്ക് പ്ലേസിൽ തന്നെയുള്ള ആളാണ്. പക്ഷെ അയാൾ തന്റെ ഇഷ്ടം മോളോട് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. മോളുടെ 26th ബർത്ത്ഡേ വരെ വെയിറ്റ് ചെയ്യൂ. അയാളായിട്ട് തന്നെ മോളുടെ ജീവിതത്തിലേക്ക് വരും. നിങ്ങൾക്കും അറിയണമെന്നുണ്ടോ നിങ്ങളുടെ ജീവിത പങ്കാളി ആരാണ്, എപ്പോഴാണ് കണ്ടുമുട്ടുക എന്നൊക്കെ? എങ്കിൽ ഞാനുമായി കണക്ട് ചെയ്യൂ ആസ്ട്രോടോക്ക് ആപ്പിലൂടെ. ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് ചാറ്റ് കംപ്ലീറ്റ്ലി. നിങ്ങൾക്ക് ഇതൊക്കെ കേട്ട് എന്തുവാ തോന്നുന്നേ? പച്ച മലയാളത്തിൽ ഗ്രാമീണ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ്, ആ രീതിയിലാണ് സംസാരിക്കുന്നത്. മോശമായിട്ട് ആരും എടുക്കരുത്. നാട്ടുകാരെ എങ്ങനെ പറ്റിക്കാം, ഭക്തിയെ എങ്ങനെ ചൂഷണം ചെയ്യാം, ആൾക്കാരിൽ ഈ മണ്ടത്തരം പറഞ്ഞ് തലയടിപ്പിക്കാൻ ഈ നാറികളുടെ ബുദ്ധി അല്ലെന്നുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട വീട്ടമ്മമാരെ അല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രായമായ അമ്മമാരെ അപ്പന്മാരെ ഒക്കെയാണ് ഇവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഇവർക്ക് ഇത്രയ്ക്ക് നല്ല മനസ്സുള്ളവരുടെ ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവർക്ക് എൻ്റെ അറിവുകൾ പകരാനുള്ള സന്മനസ്സുകൊണ്ടൊന്നുമല്ല ഇവർ ചെയ്യുന്നത്. ഇവർക്ക് പൈസ കിട്ടാൻ വേണ്ടി ശാസ്ത്രത്തിൻ്റെ പരമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചിലപ്പം കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അതിൽ കൂടുതലും നമ്മളോട് അതൊരു കൈൻഡ് ഓഫ് സ്ട്രാറ്റജി ആയിട്ടാണ് പല ആൾക്കാരും പറയുന്നത്. പേഴ്സണലി എനിക്കിനകത്ത് യാതൊരു വിശ്വാസവും ഇല്ല. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ തോന്നുന്ന അറിയത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ചേ. നിങ്ങൾ പറയുന്നത് ദൈവത്തെ എനിക്ക് വിശ്വാസമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പുള്ളിക്കാരൻ നമ്മൾ ഉണ്ടാക്കി വിട്ടപ്പോഴേ പുള്ളിക്കാരെ വിധിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. അത് നടക്കേണ്ട സമയത്ത് എന്തൊക്കെയായാലും നടക്കും. നിങ്ങൾ ഈ ജോത്സ്യനെ കണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് ചാവുന്നതിനേക്കാൾ നമ്മൾ ഈ കോപ്പൊന്നും നോക്കല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. നമുക്ക് നല്ല കാര്യങ്ങൾ വരാനിരിക്കുകയാണെന്നിട്ട് ഈ നാറികൾ പറയും ചിലപ്പം, ഈ പർട്ടിക്കുലർ ആണേയല്ല, ചില നാറികളായ ജോത്സ്യന്മാർ പറയും, മോനെ എടാ നിനക്കൊരു അപകടം വരാതിരിപ്പുണ്ട്. എപ്പോൾ വണ്ടി ഓടിച്ചാലും അവൻ്റെ മനസ്സിലുള്ളതായിരിക്കും, അപകടം വരാതിരിപ്പുണ്ട്, ഇപ്പോൾ അപകടം ഇപ്പോൾ ഇടിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉടനെ ഇടിച്ച് തൊലയും. ഇവന്മാർക്കൊക്കെ പ്രാന്ത. നിങ്ങളുടെ കാര്യം നോക്കി മനസ്സമാധാനമായിട്ട് ഈ കോപ്പിനകത്തുനിന്ന് പൈസ കൊണ്ട് കളയാതെ നിങ്ങളുടെ കുടുംബമായിട്ട് സമാധാനമായിട്ട് ഒന്നും ഇടുന്നുണ്ടൊരു സിനിമയ്ക്ക് പോയി ഇവർക്ക് കൊടുക്കുന്ന പൈസ അത്രയും കുറച്ചെങ്കിലും ഹാപ്പിനെസ് കിട്ടും ആൾക്കാരെ പറ്റിക്കാനായിട്ട്. പിന്നെ ചിലർ പറയും എൻ്റെ കുഞ്ഞിന് കല്യാണമായില്ല, അയ്യോ നമുക്ക് ഈ നാളതിനകത്തുണ്ട്, നമുക്ക് നോക്കിയേക്കാം. എന്തിനാടി? പിന്നെ ഇതിനെക്കുറിച്ച് അരച്ച് കലക്കി കുടിച്ച തീംസ് ഓരോ ചോദ്യം ചെയ്യാനുണ്ട്. പുള്ളിയുടെ പേര് എനിക്കറിയത്തില്ല. പുള്ളിക്കാരൻ പറയും ഇതൊക്കെ ജസ്റ്റ് ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ലാതെ ഇതുപോലെ നടക്കുന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. ചുമ്മാതാ. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ പൈസ. സമൂഹത്തിൽ ഇങ്ങനെയുള്ള പോക്കൃത്തരങ്ങൾ കാണിക്കുമ്പം ഇത് പോക്കൃത്തരമാണ് എന്ന് പറയാനുള്ള മര്യാദയെങ്കിലും നമ്മളെ ഈ സീക്രട്ട് ഏജന്റും കാര്യങ്ങൾ നിങ്ങൾ ആ ചേട്ടന്മാരൊക്കെ ഒന്ന് ഈ ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യണം. ഇതിനെയൊക്കെ പറ്റി സായിച്ചേട്ടനൊക്കെ പിന്നെ വേറെ മൂപ്പൻ സ്ലോ ഒരുപാട് ചേട്ടന്മാരുണ്ട്. അവരൊക്കെ ഇതിനെപ്പറ്റി എന്താ റിയാക്ട് ചെയ്ത് ഞാൻ ആലോചിക്കുന്നത്. ആ കുശുമ്പും കുഞ്ഞായ്മ അടിയിടിയല്ല പറയേണ്ട, ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ, അവരുടെ പൈസ പോകാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. പറ്റുവാണെന്നുണ്ടെന്ന് ചെയ്യടേ. നിങ്ങൾ ഇതിനകത്തൊന്നും കൊണ്ട് പൈസ ഒരു ജോത്സ്യനെയും കാണാൻ പോകരുത്. നിങ്ങൾ ജീവിക്കുന്നതും ജനിക്കുന്നതും മരിക്കുന്നതെല്ലാം ഒരു കൈൻഡ് ഓഫ് എന്ത് പറയുന്നൊരു സ്വപ്നം. അതെന്തായാലും ഒരു ദിവസം ചാവും, ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ എന്തിനാ ഓർത്ത് ടെൻഷൻ അടിക്കുന്നത്? ചാവൂന്ന് ഉറപ്പുണ്ടായിട്ടില്ല. ഒരാൾ പറഞ്ഞ പോലെ ചാവൂന്ന് ഉറപ്പുണ്ടായിട്ട് നമ്മളൊക്കെ ജീവിക്കുന്നില്ലേ? വരേണ്ട സമയത്ത് അങ്ങ് വരും. വള്ളിയാണെങ്കിൽ വള്ളി, നല്ലതാണെങ്കിൽ നല്ലത്. നേരത്തെ അറിഞ്ഞിരുന്ന് ആദ്യം പിടിച്ച് ചാവുന്നതിനേക്കാൾ നല്ല അറിയാതിരിക്കുന്നതാണ്. ഇവന്മാർക്കൊക്കെ പ്രാന്ത.